the Lord. Hallelujah. ചില നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മധ്യേ കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ചില പുതുമുഖങ്ങളെയൊക്കെ കാണുവാനും ദൈവം വഴിയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അതിശയകരമായി ഇവിടെ നടത്തുന്നു എന്നുള്ളത് പലപ്പോഴും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റർ അടുത്ത ദിവസങ്ങളിൽ പോകുന്നു എന്നുള്ളതും കേൾക്കുവാനിടയായി. നിങ്ങളൊരു പുതിയ പാസ്റ്റർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവമെല്ലാം അനുഗ്രഹകരമായി തീർക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആമേൻ. പിതാവേ, ഞങ്ങൾ തിരുവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളുടെ തലകളെ വണക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ പല പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും പലരിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഞങ്ങളോട് അവിടുത്തേക്ക് സംസാരിക്കാനുള്ളത് അവിടുന്ന് സംസാരിക്കണമേ. അടിയൻ്റെ ബലഹീനതകൾ അവിടുന്ന് അറിയുന്നു, അടിയൻ്റെ പരിമിതികൾ അവിടുന്ന് അറിയുന്നു. നിൻ്റെ ജനത്തെ അടിയൻ്റെ പരിമിതികളൊന്നും അനുഗ്രഹിപ്പാൻ തടസ്സമായി നിൽക്കരുതേ. തിരുനാമ മഹത്വത്തിനായി സകലതും ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൂരിരുൾ തിങ്ങിയ വീഥിയതിൽ വഴി കാണാതുഴലുന്ന പതികനു നീ. കൂരിരുൾ തിങ്ങിയ വീഥിയതിൽ വഴി കാണാതുഴലുന്ന പതികനു നീ. വഴി കാട്ടും ദീപമായി എരിഞ്ഞിടുക, പ്രകാശഗോപുരമായി നിന്നിടുക. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്ക. പ്രൈസ് ദി ലോർഡ്. മോശ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, യഹോവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നപ്പോൾ മോശയ്ക്ക് സാധ്യമല്ലാത്ത അസാധ്യ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം അവനെ പ്രാപ്തനാക്കി തീർത്തു. തൻ്റെ ജനത്തിന് അനുഗ്രഹമായി അവനെ ഉപയോഗിപ്പാൻ ദൈവത്തിന് ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവജനത്തിന് എപ്പോഴും അറിയാം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടെങ്കിൽ അവരെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏലി പുരോഹിതന്റെ സമയത്ത് അവർ ശത്രുക്കളോട് എതിരിടുവാൻ പോയപ്പോൾ ദൈവ സാന്നിധ്യം എങ്ങനെ ഞങ്ങളുടെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയും എന്നവർ അന്വേഷിച്ചത്. അവരന്വേഷിച്ചിട്ട് ഒരു സാധ്യത അവർ കണ്ടെത്തി. സാക്ഷ്യ കൂടാരത്തിലിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സാക്ഷ്യപ്പെട്ടകവും എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോയാൽ
ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ വലിയ ആഗ്രഹത്തോടെ അവർ സാക്ഷ്യപ്പെട്ടകവുമായി ചെന്നു. സാക്ഷ്യപ്പെട്ടകം യുദ്ധമുഖത്തേക്ക് വന്നപ്പോൾ വലിയ ആരവം അവിടെ ഉണ്ടായി. ആരവം കേട്ട് ശത്രുക്കൾ ഞടുങ്ങിപ്പോയി. അവർ പറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വന്നിട്ടുണ്ട്, ഇനിയും അവരെ ജയിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സംഭവിച്ചത് എന്താണ്? പെട്ടകം പിടിക്കപ്പെട്ടു. ശത്രുക്കൾ അവരെ കീഴടക്കി. ഒരത്ഭുതവും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അവർ വിരണ്ട് ഓടുവാനിടയായി തീർന്നു. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോയിരുന്നു. അവർക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, യെശയ്യാ പ്രവചനം 49:6 വായിച്ചാട്ടെ. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. എന്തിനാ ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ രക്ഷ ജാതികളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ദൂത് അവർക്ക് ലഭിക്കുന്നത് അവർ പ്രവാസത്തിലായിരിക്കുമ്പോഴാണ്. അവർ ദൈവ കൽപ്പനകളെ വിട്ട് ദൈവ സാന്നിധ്യത്തെ അവർ അലക്ഷ്യമാക്കി. ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. എന്നാൽ ദൈവം അവിടെ കൈവിടുന്നില്ല. 40:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കും. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം എന്നേക്കും നമ്മെ കൈവിടുന്ന ദൈവമല്ല. നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാതെ ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ചിട്ടും അതിനെ അലക്ഷ്യമാക്കി നിങ്ങളുടെ ജീവിതം പലപ്പോഴും തകർന്നു പോകേണ്ട സാഹചര്യത്തിലും നിങ്ങൾ പ്രവാസികളായിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വചനം നമ്മെ തേടിയെത്തുകയാണ്. ഇത് ദുഃഖത്തോടെ ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ ഇരിക്കുന്നെങ്കിൽ, എനിക്ക് ദൈവ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല, ഞാൻ ദൈവ സാന്നിധ്യത്തിന്റെ പുറത്തായിരുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ. ഈ പ്രവചനത്തിന് 3 തരത്തിലുള്ള നിവർത്തീകരണമുണ്ട്. This is a threefold impact on this prophecy. How this threefold impact? ഒന്ന്, ഇപ്പോൾ പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിക്കുന്നു. ആ ജനത്തിന് ഒരു വിടുതൽ ആവശ്യമാണ്. ഇമ്മീഡിയറ്റ് വേണ്ടത് ഈ ജനത്തിനൊരു വിടുതലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവോടെ സംസാരിക്കുന്നു, അവരെ ആശ്വസിപ്പിച്ചോട് പറയുന്നു, നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവത്തിന്റെ തേജസ് ഇവിടെ വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജനവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. നിങ്ങൾ എന്നും തകർന്നു കിടക്കേണ്ടവരല്ല. നിങ്ങൾ എന്നും ഒരേ സാഹചര്യത്തിൽ നിലനിൽക്കേണ്ടവരല്ല. നിങ്ങൾ എന്നും ദുഃഖം അനുഭവിക്കേണ്ടവരല്ല. നിങ്ങൾ എന്നും ഹല്ലേലൂയ ശത്രുവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് തോന്നുമാർ ജീവിക്കേണ്ടവരല്ല. ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു.
ഹല്ലേലൂയ, സ്തോത്രം. ചിലരിൽ ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മഹത്വം വെളിപ്പെടുന്നത് നീ മാത്രം അനുഭവിച്ചാൽ പോരാ, നിന്നെ കാണുന്നവർ മുഴുവൻ അത് ഗ്രഹിപ്പാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിന്റെ രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, യു ക്യാൻ റീഡ് മാർക്ക് 1, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യം ഒരാൾ വായിക്കാം. ഞാൻ നിനക്ക് മുമ്പായി ലൂക്കോസിന്റെ സുവിശേഷം 3-4 മറ്റൊരാൾ വായിക്കാം. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്. ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്കും ഈ വാക്യം കൊണ്ടുചെല്ലുകയാണ്. ഇനിയും 3-4. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവത്, കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. പ്രൈസ് ദി ലോർഡ്. അത് അതുപോലെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ വിളിച്ചു പറയുന്നവന്റെ വാക്കായിട്ട് അവതരിപ്പിക്കുന്ന ആരെയാണ്? യോഹന്നാൻ സ്നാപകനെ. കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ശബ്ദം കേൾപ്പിക്കുവാൻ ദൈവം ഈ വചനത്തെ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ, ഹല്ലേലൂയ, നമ്മൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവനിൽ കൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇന്നത് നമുക്ക് അനുഗ്രഹകരമായി തീർന്നിരിക്കുന്നു. ആ വചനം എന്ത്? കർത്താവായ യേശു ക്രിസ്തു മഹത്വവാനായി നമ്മുടെ മധ്യേ വാഴുന്നു. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മുടെ വേദനകൾ ഏറ്റെടുത്തു. അവൻ നമ്മുടെ ശിക്ഷ മുഴുവൻ അനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ ലോർഡ്സ് ടേബിളും ക്രമീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ, ഹല്ലേലൂയ, സ്തോത്രം, അതേ പ്രവാചകൻ പറഞ്ഞ മഹത്വത്തിൻ്റെ അനുഭവം നമ്മൾക്ക് നൽകി തരുവാൻ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം, ഹല്ലേലൂയ, അവരോട് പറഞ്ഞു, നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ തരുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മഹത്വം നിങ്ങളിൽ കൂടെ വെളിപ്പെടണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എന്നിൽ വസിച്ചാൽ എന്നിൽ എൻ്റെ മഹത്വം നിങ്ങൾ കൂടെ വെളിപ്പെടും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധ്യമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സ്തോത്രം, കർത്താവിൻ്റെ വരവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ വരവിന് വേണ്ടി നാം വഴിയൊരുക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വരവിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ജനം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ രക്ഷ തിരിച്ചറിഞ്ഞ ജനം, അവൻ്റെ രക്ഷയെ കീർത്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ രക്ഷ ഭൂലോകത്തിൽ മുഴുവൻ അതെ പറയുവാൻ വിളിച്ച് ദൈവം ചേർത്ത ദൈവത്തിൻ്റെ സഭ. ആ സഭ ഈ ദിവസങ്ങളിൽ എന്തൊരുക്കണം? കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അവന് വേണ്ടി വഴിയൊരുക്കണം. സ്തോത്രം. അപ്പോ എന്താണ് പ്രിപ്പയർ എ വേ ഫോർ ദ ലോർഡ്? കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവിൻ. യു ഹാവ് ടു പ്രിപ്പയർ എ വേ. ഈ വഴിയൊരുക്കുന്ന ഉത്തരവാദിത്തം ദൈവം തന്റെ ജനത്തെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ? സ്തോത്രം.
ദൈവത്തിന് തൻ്റെ മഹത്വം കാണിക്കുവാൻ ഞാൻ എന്തിനാ വഴിയൊരുക്കുന്നേ? ഹല്ലേലൂയ. എനിക്കതിന് കഴിയുമോ? ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയും. അതെ, ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർ കാണേണ്ടതിനും നാം വഴിയൊരുക്കണം എന്നാണ് ദൈവത്തിൻ്റെ അതേ നിയമം. സ്തോത്രം. അതിന് വഴിയൊരുക്കുവാൻ ദൈവം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം അവന് വേണ്ടി വഴിയൊരുക്കണം. സ്തോത്രം. നാം കർത്താവ് പറഞ്ഞു, ദ ഓൾ അതോറിറ്റി ഈസ് ഗിവൺ ടു മീ. ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ കൂരിളുടെ താഴ്വരയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കേണ്ടി വന്നാലും the authority is there, the power is there, and the guidance of our Lord is there. Hallelujah. സ്തോത്രം. നിങ്ങളെ അനാഥനായി വിടുകയില്ല. സ്തോത്രം. But you have to prepare a way. ആ വഴിയൊരുക്കുന്നതിൽ നിങ്ങൾക്ക് പോരാതെ വരുന്നതിനെ അത് നികത്തി തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിട്ടുണ്ട്. സ്തോത്രം. ഇനിയും അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ, 3 വാക്യങ്ങൾ. ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. നിർജ്ജന പ്രദേശത്ത് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. It should not be a byway, but it should be a highway. Praise the Lord. Hallelujah. Not a zigzag way. It should be a highway. Hallelujah. സ്തോത്രം. കാരണം ഇവിടെ വെളിപ്പെടുവാൻ പോകുന്നത് ആരാണ്? ആരുടെ മഹത്വമാണ്? ദൈവത്തിന്റെ മഹത്വം. ദൈവമാണ് ഇറങ്ങി വരാൻ പോകുന്നത്. അവന് വേണ്ടി വഴിയൊഴുക്കുമ്പോൾ it should not be a small way or a zigzag way or not a byway. It should be a highway. Praise the Lord. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇവിടുത്തെ എമീർ വരികയാണെന്ന് വിചാരിച്ചു. നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഇപ്പോഴത്തെ ഈ ഇരിപ്പും ഈ സൗകര്യങ്ങളും വല്ലതും ആയിരിക്കുമോ? പ്രൈസ് ദ ലോർഡ്. ഇവിടെ എന്തൊരു വ്യത്യാസങ്ങളായിരിക്കും നാം വരുത്താൻ പോകുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതിനൊരു പ്രത്യേക സ്വാഗത സംഘം, പിന്നെ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ആയിരിക്കും ഈ IDCCയുടെ കോമ്പൗണ്ടിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എനിക്കറിയാം, ഇവിടെ ചില വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഒരു പുതിയ ഒരു തിരുമേനി ഇവിടെ വരുന്നതിന് എന്തെല്ലാം ക്രമീകരണങ്ങളായിരുന്നു ഇവിടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നത് എങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കും? ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എന്തൊരു അറേഞ്ച്മെന്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ വീടെല്ലാം നല്ല കൃത്യമായി നാം വളരെ ശ്രദ്ധയോടെ ആ വീടുകൾ ക്രമീകരിക്കും, ഭക്ഷണം ക്രമീകരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നാം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല നിലയിൽ ആളിനെ സ്വീകരിപ്പാനിടയായിത്തീരും, വളരെ കൃത്യതയോടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വീട്ടിലൊരു സ്തോത്രം ഉപ്പ് തീർന്നു പോയാൽ നമുക്ക് അടുത്ത വീട്ടിൽ പോയി സൗകര്യം ഇച്ചിരി ഉപ്പിങ്ങി തരാൻ പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. പക്ഷെ നാം പ്രധാനപ്പെട്ട ഒരാളെ സ്വീകരിക്കുന്ന സമയത്ത് എല്ലാം ക്രമീകരിക്കപ്പെടും. സ്തോത്രം. ഇറ്റ് ഷുഡ് ബി എ ഹൈവേ. സ്തോത്രം. വരുന്ന ആളിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ആരാണ്? വീരനും ബലവാനുമായിട്ടുള്ള ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
അതുകൊണ്ട് വി ഹാവ് ടു പ്രിപ്പയർ എ ഹൈവേ ഫോർ ഹിം. ആ പ്രിപ്പറേഷനിൽ യെശയ്യാപ്രവചനം 35:1-8 ഇങ്ങനെയാണ് പറയുന്നത് ആ ഹൈവേയെ കുറിച്ച്. എന്താണ്? മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോണിന്റെയും 8ാമത്തെ വാക്യം കൂടെ വായിച്ച്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന ആ വഴിക്ക് എന്താ പേര്? വിശുദ്ധ വഴി എന്ന് പേരാകും. That highway is called as the holy way. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എഴുന്നള്ളുന്ന ആ വഴിയുടെ പേരാണ് വിശുദ്ധ വഴി. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം സമർപ്പിക്കപ്പെട്ടവരായി തീരണം. അത് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരണം. നമ്മുടെ സകല ജീവിത സാഹചര്യങ്ങളിലും വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമുണ്ടായിരിക്കണം. കാരണം നാം സ്വീകരിക്കാൻ പോകുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മഹാരാജാവായ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഹാസ് നോ കോംപ്രമൈസ് വിത്ത് അൺഹോളിനെസ്. എൻ്റെ ദൈവത്തിന് അൺഹോളിനെസ്സുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഇറ്റ് ഷുഡ് ബി എ ഹൈവേ. That should be a straight way. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എല്ലാ താഴ്വരകളും, കാരണം there should be a standard. ആ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്കുള്ള സ്റ്റാൻഡേർഡിനൊത്തവണ്ണം എന്ത് അത് ഒരുക്കപ്പെടണം. ആൻഡ് there should be a standard for a highway. അതെന്താണ്? ദൈവത്തിന് തൻ്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. സ്തോത്രം. നാം അവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉയരുകയാണ് ചെയ്യേണ്ടത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നാം സ്നേഹിക്കുന്നുവെങ്കിലും കഴിവുകേട് കൊണ്ട് സാധിക്കാതെ പോകുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കൊണ്ട് നമുക്ക് സാധിക്കുവാൻ കഴിയാത്തത് നാം ദൈവസന്നിധി പോയി ചോദിക്കണം. അതിനാണ് യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുന്നത്, അവൻ കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14:15-16 വാക്യങ്ങളൊന്ന് വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച് നാം ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ അവൻ്റെ കൽപ്പനകൾ എന്താണെന്ന് നാം തിരിച്ചറിയണം. ആ കൽപ്പനകൾ നാം പാലിക്കണം. അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ അതിനോട് ഒത്തുവരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദുഃഖിച്ച് കരയണമെന്നാണ് പറയുന്നത്, ഇല്ലേ? നിങ്ങൾ ദുഃഖിച്ച് കരയണം. നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ച് കരയണം. അങ്ങനെ കരയുമ്പോൾ യു വിൽ ബി കംഫർട്ടഡ്. നിങ്ങൾക്ക് എന്താണ് കുറവായിരിക്കുന്നത്? ആ കുറവിനെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നികത്തി നിങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ എല്ലാ താഴ്വരയും നികന്നു വരണം. എല്ലാ പാപത്തിന്റെ സ്വഭാവവും നിലനിൽക്കുന്നത് താഴ്വരകളിലാണ്. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ നാം ശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും നമ്മുടെ സൗകര്യങ്ങൾക്കുള്ളിൽ നാം അടച്ചിടപ്പെടുവാൻ ഇടയാകരുത്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങ് വരും. ലോകത്തിലാരും അറിയത്തില്ല. പക്ഷേ കർത്താവ് ഒരു ദിവസം നിങ്ങളുടെ മുറിയുടെ മുമ്പിൽ വരും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിങ്ങളുടെ ഭക്ഷണ മുറിയിൽ വരും. ഇഫ് ദർ ഈസ് എനി എക്സ്ട്രാവഗൻസ്, നിങ്ങൾ ധൂർത്ത് കാണിപ്പാൻ പാടില്ല. അവിടെ നമ്മുടെ ഭക്ഷണമുറികൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ കിടപ്പുമുറി വിശുദ്ധമായിരിക്കണം. നമ്മുടെ ലിവിംഗ് റൂം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അടുക്കളകൾ വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ സ്വകാര്യ മുറിയുടെ മുമ്പിൽ നിന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കും, മകനെ, ഞാൻ നിന്റെ എല്ലാ മുറിയും കണ്ടു, നിന്റെ ആ മുറിയും തുറന്നേ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ ചോദിച്ചാൽ നിന്റെ മൊബൈലിൻ്റെ പാസ്വേഡും തന്നേ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ സ്വകാര്യതകളിലേക്ക് ദൈവം വിരൽ ചൂണ്ടുന്ന ദൈവമാണ്. നിന്റെ കുടുംബജീവിതത്തിന്മേൽ ദൈവം വിരൽ ചൂണ്ടുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് മനുഷ്യരെ പറ്റിക്കാം, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് നിനക്ക് മാത്രം അനുഭവിക്കാനായിട്ടല്ല. നിന്റെ ചുറ്റും നിൽക്കുന്ന സകലരും ആ മഹത്വം കാണുവാനിടയായിത്തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതെ, അതിൽ നിനക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നീ കേണ് അപേക്ഷിക്കണം. കർത്താവേ, എനിക്ക് നിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവിടെ പറയുന്നത്, കുന്നുകളും മലകളും എല്ലാം നിരപ്പായി വരണം. എല്ലാ അഹങ്കാരവും മാറ്റപ്പെടണം. സകല നിഗളവും മാറണം. നമ്മുടെ സ്വയാശ്രയ ബോധം മാറണം. നമ്മുടെ സെൽഫ് റിലയൻസ് മാറണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ആത്മീയ നിഗളമായാലും, നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നിഗളമായാലും, നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള നിഗളമായാലും, ഏത് തരത്തിലായാലും അത് എല്ലാം, സ്തോത്രം, മാറിയേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറയണം, കർത്താവേ, നീ മാത്രം മതി. യേശുവേ, എനിക്കൊന്നും വേണ്ട, നീ മാത്രം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്നും ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, എനിക്ക് ഇന്ന് ജീവിക്കാനുള്ള കൃപ ഇന്നെനിക്ക് തരണം. ഇന്നെനിക്ക് ഭക്ഷിപ്പാനുള്ളത് ഇന്ന് അവിടുന്ന് തരണം. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും സാധിക്കുകയില്ല. സ്തോത്രം. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് സാധിക്കുകയില്ല. നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ നിങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളവരായിരുന്നാലും നീ സമാധാനം അനുഭവിക്കുകയില്ല, നീ സ്വസ്ഥത അനുഭവിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, നീ നിൽക്കുന്നിടത്ത് ആ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പരിമിതികളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒരിക്കലും ഇവിടുത്തെ ഈ കോമ്പൗണ്ടിലുള്ള എല്ലാ ചർച്ചുകളും കൂടെ ചേർന്നുള്ള ഒരു മീറ്റിങ്ങിന് ഞാൻ അന്ന് CCSCയുടെ പ്രസിഡൻ്റാണ്. എല്ലാ ചർച്ചുകളിൽ നിന്നുമുള്ള ലീഡേഴ്സിന് സംസാരിക്കാൻ അവസരമുണ്ട്. അന്ന് ആംഗ്ലിക്കൻ ചർച്ച്, മറ്റ് എല്ലാ ചർച്ചുകളിലെയും ലീഡേഴ്സ് എല്ലാം പ്രസംഗിച്ചു. അവസാനം എനിക്ക് അവസരം വന്നു. ഇംഗ്ലീഷിലാണല്ലോ അവിടെ പ്രസംഗിക്കേണ്ടത്. ഞാനൊന്ന് ഭയന്നാണ് അവിടെ നിന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കാൻ കയറുന്നതിന് തൊട്ട് മുൻപേ, അത് അന്ന് കോപ്റ്റിക് ചർച്ച് വെച്ചാണ് നടക്കുന്നത്, എന്നോട് അവിടുത്തെ ആളുകൾ വന്ന് ചോദിച്ചു,
നിന്റെ പ്രസംഗം ഞങ്ങൾ അറബിയിലോട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. മറ്റാരും പ്രസംഗിച്ചപ്പോഴും ചോദിച്ചില്ല. നിന്റെ പ്രസംഗം ഞങ്ങൾ അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. ഹല്ലേലൂയ. 15 നിമിഷം ദൈവം വചനം സംസാരിപ്പാൻ ദൈവം എനിക്കിടെ തന്നു. 15 നിമിഷം ഞാൻ വചനം സംസാരിച്ചിരുന്നപ്പോൾ ഒരു ഈജിപ്ഷ്യൻ ലേഡി ഓടി മുൻപോട്ട് വന്ന് എൻ്റെ കരം പിടിച്ചിട്ട് ഒരു മുത്തം തന്നു. ഇത് കേൾക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. കർത്താവേ, ഒന്നുമില്ലാത്തവനായ എൻ്റെ വാക്കുകൾ അവിടുന്ന് ശുദ്ധീകരിച്ച് തൻ്റെ ജനത്തിന് കൊടുത്തതിനായി സ്തോത്രം എന്ന് പറയാനിടയായി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പരിധികൾക്ക് അപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. അതെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 16:18 ഇങ്ങനെ പറയുന്നു, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത പാപം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ടാണ്. നമ്മിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരണം. മഹത്വവാനായ കർത്താവ് വെളിപ്പെടുവാൻ സമയമായി. ആ ഹല്ലേലൂയ ദൂത് എല്ലാവരിലേക്കും എത്തുവാൻ തക്കവണ്ണം ഈ സഭയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന് തക്കവണ്ണമായി ഉയർന്നു വരുവാൻ, അവൻ്റെ പാത നിരപ്പാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ വിരമിക്കുന്നു.